എന്തുവാടാ, കുറെ നേരമായാലും ഇരിക്കാൻ തുടങ്ങിയിട്ട്. നീ ഇതങ്ങോട്ട് പിടിപ്പിച്ചേ. ഏയ്, എനിക്കൊന്നും വേണ്ട. പിന്നെന്താ ഇപ്പൊ നിന്റെ പ്രശ്നം? അവൻ തന്നെയാണോ ആ സുഫി? എന്റെ ജീവിതത്തിൽ ആകെ കൂടിയുള്ള പ്രശ്നം അവൻ മാത്ര. സുഫി, നീ പറ, എന്താ വേണ്ടേ? സുഫി സുഫി സുഫി, ചെറുപ്പം മുതലേ ഇത് കേട്ട് ഞാൻ മടുത്ത്. എല്ലാ കാര്യങ്ങളിലും അവനാ മുമ്പില്, എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ. അവനെ പറ്റി പറയുമ്പോ 100 നാവാ എന്റെ വീട്ടിലെ ഓരോരുത്തർക്കും. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാ. എനിക്കതൊട്ടും സഹിക്കുന്നില്ല. ഒരൊറ്റ തവണയെങ്കിലും അവന്റെ മുമ്പില് എനിക്ക് ജയിക്കണം. അത്രയുള്ളൂ. നീ ഒരു കാര്യം ചെയ്, അവന്റെ പെണ്ണല്ലേ ആയിഷു, അവരുടെ റിലേഷൻഷിപ്പിലായിട്ടില്ലെങ്കിലും അവൻ അവളെ ഇഷ്ടമാണ്, നമുക്കറിയാലോ. അപ്പോ അവന് കൊടുക്കാൻ ഇതിലും വലിയ പണി വേറെ ഇല്ല. അവന്റെ പെണ്ണിനെ നീ അങ്ങെടുത്തോ. ഡാ, അത് വേണ്ട. ആയിഷു എനിക്ക് പെങ്ങളെ പോലെയല്ല, എന്റെ പെങ്ങള് തന്നെയാ. ഇനി ഒരു തവണയും കൂടി അവളതിൽ നീ കൊണ്ടുവരരുത്. എന്റെ സ്വന്തം പെങ്ങൾക്ക് പോലും ആ സുഫി കഴിഞ്ഞേ ഞാനുള്ളൂ. അപ്പോഴും കാക്കൂന്ന് വിളിച്ച് എന്റെ പുറകെ വരുന്ന ഒരാളേ ഉള്ളൂ, അതാ എന്റെ ഐഷു. അവളെ വേദനിപ്പിക്കുന്ന ഒന്നും എനിക്ക് സഹിക്കില്ല. ഇനിയൊരു തവണയും കൂടി ഐഷുവിനെ നീ ഇതിലേക്ക് കൊണ്ടുവന്ന ഇങ്ങനെ ആവില്ല ഞാൻ പ്രതികരിക്കാം. സോ ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ, ഇനി ആവർത്തിക്കൂല. നിനക്കിപ്പോ എന്താ വേണ്ടേ? സുഫിയോട് ഇപ്പൊ എല്ലാവർക്കുള്ള മതിപ്പ് ഇല്ലാതാക്കണം, അത്രയല്ലേ വേണ്ടുള്ളൂ. അതിനെന്ത് വേണമെന്ന് എനിക്കറിയാം. നീ എന്താ ഉദ്ദേശിച്ചേ? എല്ലാവരുടെ മുമ്പിലും സുഫിയുടെ ഇമേജ് ഞാൻ അങ്ങ് ഇല്ലാതാക്കും. ഡാ, നീ എന്താ ചെയ്യാൻ പോന്നെ? തൽക്കാലം നീ പതറിയണ്ട, സമയാവുമ്പോ നീ തന്നെ കണ്ടോ. ആയുഷ്, സത്യം പറ, എന്താ നിന്റെ പ്ലാൻ? ദാ റിസു, സുഫി വരുന്നുണ്ട്. ഡാ റിസു, നിന്നെ കുറിച്ച് നമ്മുടെ വീട്ടിലുള്ളവർക്ക് എന്ത് അഭിമാനാന്നറിയോ? എന്നിട്ട് നീ എന്താടാ ഈ ചെയ്യുന്നേ? ഇവന്മാരായിട്ടുള്ള കൂട്ടുകെട്ട് നിർത്തുന്നതാവും നിനക്ക് നല്ലത്. നീ വാ, നമുക്ക് പോവാം. ഇതൊക്കെ പറയാൻ നീ ആരടാ? ആരോട് കൂട്ടുകൂടണം, എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നീ പോവാൻ നോക്ക്. നിന്നോട് മര്യാദയുടെ ഭാഷ പറഞ്ഞ കേക്കില്ല അല്ലെ? ഇവിടെ വാടാ. അവനെ കൊണ്ടുപോയി. അല്ല ആയുഷ്യ, നീ എന്തിനാ സുഫിക്ക് പണി കൊടുക്കുന്ന കാര്യത്തില് അവനെ ഇത്ര സപ്പോർട്ട് ചെയ്യുന്ന? അത് അവനോടുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാന്ന് പറഞ്ഞ അവൻ ചിലപ്പോ വിശ്വസിക്കുമായിരിക്കും, ഞാൻ വിശ്വസിക്കില്ല. ഫ്രണ്ട്ഷിപ്പ് സുഫിക്കിട്ട് പണിയാൻ വേണ്ടി മാത്രം. ഇനി ഇവരെ മുമ്പിൽ നിർത്തി അവൻക്കുള്ള പണി അത് ഞാൻ കൊടുക്കും. അവൻ എന്നെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്താനും ഡിസ്മിസിൽ വാങ്ങിച്ചു തരാനും ഒത്തിരി ഇഷ്ടമല്ലേ? അപ്പോ എന്തെങ്കിലും അവനും ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ? അതിനുള്ള എന്റെ വെറും ആയുധം മാത്രമാണ് റിസ്വാൻ. അല്ല, എന്താ നിന്റെ പ്ലാൻ? അലീന, നീ എന്താ ഈ നേരത്തെ ഇവിടെ? സഫി, എനിക്ക് നിന്നോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. നീ അകത്തേക്ക് വാ. അലീന, നീ എന്തൊക്കെയാ പറയുന്നത്? നീ പ്രഗ്നന്റ് ആണോ? അതും റിസു? ഇല്ല, റിസു ഒരിക്കലും ചെയ്യില്ല. അപ്പൊ സഫി, നീ എന്നെയാണോ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ കള്ളം പറയുവാണോ? എന്തായാലും എന്നെ മനസ്സിലാക്കാത്ത. അലീന, നീ പറയുന്നൊക്കെ സത്യാണോ? ഞാൻ എന്തിനാ സഫി കള്ളം പറയുന്നത്? നീയെങ്കിലും എന്നൊന്ന് വിശ്വസിക്ക. പിറ്റേന്ന് ക്ലാസ്സിൽ ചെന്നപ്പോ അവള് പ്രഗ്നന്റ് ആണെന്ന വിവരം അവിടെ ഫുള്ള് പടർന്നു. അതിന് കാരണക്കാരൻ ഞാനാണെന്നും എങ്ങനെയാന്ന് അവൾക്കോ എനിക്കോ അറിയില്ല. ആരോ അവളെന്റെ വീട്ടിൽ വന്നത് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുവിധം ഇത് ഫേക്ക് ന്യൂസ് ആണെന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരെ അറിയിക്കാതെ ഹാൻഡിൽ ചെയ്തു. ആ ടൈമാണെങ്കിൽ റിസു നാട്ടിലായിരുന്നു. അപ്പൊ നീ പറയുന്നത് ഇതിനെല്ലാം കാരണം റിസു ആണെന്നാണ്? എനിക്കറിഞ്ഞൂടാ. റിസുവിന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ അവൾക്ക് കള്ളം പറയേണ്ട കാര്യമല്ലല്ലോ. എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോ സത്യമാണെന്ന് എനിക്കും തോന്നി. അപ്പൊ നീ അന്ന് ഞങ്ങളോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നല്ലേ? അപ്പൊ റിസുവിന്റെ കാര്യം നിങ്ങളോട് പറയാൻ എനിക്ക് തോന്നിയില്ല. വേറെ എന്ത് പറഞ്ഞ് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റണം എന്ന് എനിക്കറിയില്ലായിരുന്നു. അത് വിട്. അല്ല, ആ പെണ്ണിപ്പ എവിടെ ഉണ്ട്? അന്ന് എന്നെ അവളെയും നിങ്ങളും ഐഷൊക്കെ കണ്ടില്ലേ? അതിനുശേഷം ഞാൻ പിന്നെ അവളെ കണ്ടിട്ടേ ഇല്ല. അവളും ഫാമിലിയും അവിടെ നിന്ന് പോയെന്നാ ഞാൻ അറിഞ്ഞത്.
എനിക്ക് മനസ്സിലായി അവള് മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചു എന്ന്. എല്ലാം കഴിഞ്ഞു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ അത് എത്രയും വേഗം ഐശുവിന്റെ തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ ചെയ്യേണ്ടത് അതായിരുന്നു. ഇനിയിപ്പോ ഇതെല്ലാം അവളോട് പറഞ്ഞാലും അവൾ വിശ്വസിക്കണം എന്നില്ല. നമുക്ക് നോക്കാം. ഞങ്ങളെല്ലാം എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. നീ ഇപ്പൊ വാ. ഫൈനലി വി ഗോട്ട് ഇറ്റ്. അവൻ എന്തിനാ ഇതെല്ലാം ചെയ്തതെന്ന് ഇപ്പൊ മനസ്സിലായി. ഏയ് നോ, നീ വരണ്ട. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അപ്പൊ ഓക്കെ, ഞാൻ കയ്യോടെ കൊണ്ടുവരാം. സാറ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഫീലിംഗ് ബെറ്റർ. കുറെ പെൻഡിങ് വർക്ക്സ് ഒക്കെ തീർക്കായിരുന്നു. പിന്നെ വർക്ക് അറ്റ് ഹോം അല്ലേ, അതിന്റെ ഒക്കെ സ്ട്രെസ് ഒക്കെ കാരണമാവും നല്ല ക്ഷീണം. നീ നന്നായി റെസ്റ്റ് എടുക്ക്. വർക്കൊക്കെ പിന്നെ. എനിക്ക് കുറച്ച് പണിയുണ്ട്. ഒരു 2 days പെട്ടെന്ന് വരാം. ഓക്കെ? വരുന്നുണ്ടല്ലോ 4 stars. കൂടെ ഏതോ പുതിയ അവതാരങ്ങളും ഉണ്ടല്ലോ. Let me be your man. I wanna hold your hand and take you to your fantasy. അയ്യോ, ഇവനിതെന്തു പറ്റി? ഇവന്റെ ഹൃദയം ആ കൊച്ചടിച്ചോണ്ട് പോയോ? നല്ല സുന്ദരിയാണല്ലേ. അതെ, നീ വന്നേ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അല്ലടി ഐഷു, ഫസ്റ്റ് പീരീഡ് തന്നെ നിന്റെ ചെക്കൻ്റെ ആണല്ലോ. ഡി വേണ്ട. അത് കൊള്ളാം. നീ വേണ്ടാന്ന് പറഞ്ഞാലും സത്യം ഇല്ലാണ്ടാവില്ലല്ലോ. നിങ്ങൾ ഇവിടെ സംസാരിച്ചിക്ക്, ഞാൻ പോവുക. അതിനവളെന്തിനാ ഇങ്ങനെ ചൂടാവുന്ന? പിന്നല്ലാതെ അവൾ എന്താ വേണ്ടേ? നിങ്ങളോട് ഞങ്ങളെല്ലാം പറഞ്ഞല്ലേ. എന്നിട്ടും അത് വിട്. നിങ്ങൾ വാ, ക്ലാസ്സിൽ കയറാം. അതെ, ഇതിങ്ങളെ സെറ്റാക്കാൻ നമ്മള് കുറച്ച് പാട് വിടുവല്ലോ. ശരിയാ, പക്ഷെ ഏതായാലും നന്നു. ഇനി കുളിച്ചു കയറാം. അതൊക്കെ അവിടെ നിക്കട്ടെ, ആദ്യം നമുക്ക് ക്ലാസ്സിൽ കയറാം. വാ. എടി, ഇന്നെന്താ സാർ ഇത്ര ലേറ്റ് ആവുന്നേ? അപ്പൊ നീ സാറിനെ പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിച്ചോ? പിന്നല്ലാതെ. അല്ലടി, കുഴപ്പാവോ? എന്ത് കുഴപ്പം? ഒരു സ്റ്റുഡന്റ് സാറിനെ പ്രപ്പോസ് ചെയ്യുന്നത് അത്ര വലിയ കുറ്റമൊന്നുമല്ല. നീ പറഞ്ഞു എന്നെയും കൂടി പേടിപ്പിക്കാതെ പോയേ. എന്താടി മോളെ വെറുതെ നിന്ന് ചിരിക്കുന്നേ? ഉള്ള കിളിയും പോയാ? മോളെ സച്ചൂസെ ഒരുപാട് ഇട്ടങ്ങ് ആക്കല്ലേ. ഇപ്പൊ അവര് സംസാരിച്ച് നിങ്ങൾ കേട്ടാ? കേട്ടോ. അതിനിപ്പോ എന്താ? ഐഷുവിന്റെ മനസ്സ് ഇപ്പൊ മനസ്സിലാക്കാം. നമ്മുടെ ഐഷുവിന്റെ മനസ്സിൽ സുഫിക്കാനോട് എവിടെയെങ്കിലും ഒരു തെരി സ്നേഹം ഉണ്ടെങ്കിൽ ഈ പ്രപ്പോസൽ ഇന്നിവിടെ നടക്കൂല. പിന്നെ ഒന്ന് പോയടി, നടക്കണ കാര്യം വല്ലതും പറ. ഐഷുവിന്റെ സോൾമേറ്റേ പറയണേ, കാര്യമില്ലാതിരിക്കില്ല. നമുക്ക് നോക്കാം. സാറ് വന്നല്ലോ.